Dear students, welcome to EduCabin. 10th ക്ലാസ്സിന്റെ റിസൾട്ട് വന്നതിന് ശേഷം രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ആശങ്കകൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഹയർ സെക്കൻഡറിയിലും VHSCയിലും പോളിയിലും ITIയിലും ഒക്കെയായി ഭൂരിഭാഗം പേരും പ്രവേശനം ഉറപ്പിക്കുകയോ അതല്ലെങ്കിൽ പ്രവേശനം നേടുകയോ ചെയ്തു കഴിഞ്ഞു. കുറേയേറെ വിഷയങ്ങൾ പഠിച്ചിരുന്ന 10th ക്ലാസ്സിൽ നിന്നും ചില വിഷയങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുന്ന രീതിയിലേക്ക് മാറി എന്നതാണ് SSLCക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഇനി അത് ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ 3 ഗ്രൂപ്പുകളിലായിട്ടാണ് നിങ്ങൾ പ്രവേശനം നേടുന്നത്: സയൻസ്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്ജക്ട് കോമ്പിനേഷൻ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഹ്യൂമാനിറ്റീസ്. 32ഓളം സബ്ജക്റ്റുകളുടെ കോമ്പിനേഷൻ ഹ്യൂമാനിറ്റീസിലുണ്ട്. അതിൽ ചില വിഷയങ്ങൾ, ചില സബ്ജക്റ്റുകൾ SSLCക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ നിങ്ങൾക്ക് പരിചിതമാണ്. ചരിത്രം, ഭൂമിശാസ്ത്രം പോലുള്ള വിഷയങ്ങളൊക്കെ പരിചിതമാണ്. എന്നാൽ പരിചിതമല്ലാത്ത, SSLCക്ക് വലിയ ധാരണ, ഈ വിഷയത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ചില വിഷയങ്ങളും കൂടെ ഈ ഹ്യൂമാനിറ്റീസിൽ കോമ്പിനേഷനായിട്ട് വരുന്നുണ്ട്. അതിൽ സോഷ്യോളജി, ജിയോളജി, ഫിലോസഫി, ഗാന്ധിയൻ സ്റ്റഡീസ്, ആന്ത്രോപോളജി, ഇങ്ങനെ വളരെയേറെ വലിയ പരിചിതമല്ലാത്ത വിഷയങ്ങളുടെ കോമ്പിനേഷനും ഹ്യൂമാനിറ്റീസിൽ ഉണ്ടാവാറ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു വിഷയമാണ് സോഷ്യോളജി. സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം പഠിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് അയാളുടെ കാഴ്ചപ്പാടിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം, കരിയർ വൈസ് അയാൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം, ആ പേരിൽ തന്നെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും. സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം, അല്ലെങ്കിൽ സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കുന്ന വിഷയം. ഇനി ഇവിടെ സമൂഹം നമ്മൾക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. മനുഷ്യ സമൂഹം, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലാണ്. പക്ഷേ ഈ സമൂഹത്തിനെ നിർവചിക്കാൻ പറയുമ്പോൾ, സമൂഹത്തിനെ ഒന്ന് ഡിഫൈൻ ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടും. കാരണം നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു കാര്യത്തെക്കുറിച്ച് അതിനൊരു നിർവചനം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ സോഷ്യോളജി പഠിക്കുമ്പോൾ നമുക്ക് ആ എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ ഒരു കുറേ സാങ്കേതിക പദങ്ങൾ ഉണ്ടാവും, ടെർമിനോളജീസ്. അത് ആ വിഷയത്തിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യോളജി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമൂഹം എന്തെന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ ഭാഷയിലെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഉത്തരം ഉണ്ടായിരിക്കണം. പരസ്പരം ഇടപെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു കൂട്ടം. പരസ്പരം ഇടപെട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടാവാം, മോശം രീതിയിലുള്ള ഇടപെടലുണ്ടാവാം. നമ്മൾ സ്നേഹം, സൗഹൃദം ഒക്കെ ഉണ്ടാക്കുന്ന സഹകരണം പോലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതേസമയം വൈരാഗ്യത്തോടെ നമ്മൾ കലഹിക്കാറുണ്ട്, മത്സരിക്കാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ഇടപെടലുകൾ, അതല്ലെങ്കിൽ പരസ്പര ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ പരസ്പര ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് നമ്മൾ സോഷ്യോളജിയിൽ അതിന് ധാരാളം നിർവചനങ്ങളുണ്ട്. വ്യത്യസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞർ കൊടുത്ത നിർവചനങ്ങളുണ്ട്. എങ്കിലും നമ്മളുടേതായ ഒരു കാഴ്ചപ്പാടിൽ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ പറയാം: പരസ്പരം ഇടപെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ആണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. കാരണം നമ്മൾ മനുഷ്യ സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി ശാസ്ത്രം എന്ന് പറയുമ്പോൾ കൃത്യമായത്, തെളിയിക്കപ്പെട്ടത്, അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ശാസ്ത്രമായിട്ട് ഉൾപ്പെടുത്താറുള്ളത്. കേട്ടറിവുകളോ അതല്ലെങ്കിൽ ഊഹാപോഹങ്ങളോ ഒന്നും ശാസ്ത്രമല്ല. അപ്പൊ ഇവിടെ ശാസ്ത്രീയമായി സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. നമുക്ക് കുറെ ശാസ്ത്രങ്ങൾ SSLCക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇവയൊക്കെ നമ്മൾ ശാസ്ത്ര വിഷയങ്ങളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾക്കറിയാം. അതിലെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്താൻ 4 ചുമരുകൾക്കുള്ളിലുള്ള ഒരു ലബോറട്ടറി ഉണ്ട്. എന്നാൽ സോഷ്യോളജി പോലുള്ളൊരു വിഷയം, മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന, ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ച് പഠിക്കുന്ന സോഷ്യോളജിക്ക് എവിടെയാണ് നമ്മളൊരു ലാബ് സെറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, സോഷ്യോളജിയുടെ ലബോറട്ടറി എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രദേശത്തെ മനുഷ്യരുടെ പരസ്പര പ്രവർത്തനങ്ങളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമാണോ പഠിക്കുന്നത്, അവർ ജീവിക്കുന്ന ആ പ്രദേശം തന്നെയാണ് സോഷ്യോളജിയുടെ ലബോറട്ടറി. അവിടെ നമുക്ക് ഏറ്റവും കൃത്യമായ, ഏറ്റവും സത്യസന്ധമായ, ശരിയെന്ന് ഏറ്റവും ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുമ്പോഴാണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമായി
സോഷ്യോളജി മാറുന്നത്. ഇനി സോഷ്യോളജി പഠിക്കുന്ന ഒരാൾക്ക് വ്യക്തിപരമായി എന്തൊക്കെ നേട്ടങ്ങൾ അതല്ലെങ്കിൽ എന്തൊക്കെ നൈപുണ്യങ്ങൾ, സ്കില്ലുകൾ അയാൾ നേടിയെടുക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. മനുഷ്യൻ സ്ഥിരവാസമായതിനു ശേഷം, മനുഷ്യൻ അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്, അവര് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ചു തുടങ്ങിയ ശേഷം ഒരു ക്രമം നിലനിർത്താനായി ധാരാളം സംവിധാനങ്ങൾ അവര് ഒരുക്കിയിട്ടുണ്ട്. വിവാഹം, അതുവഴിയുള്ള കുടുംബം, ബന്ധുത്വം, മതം, ഭരണകൂടം, നിയമങ്ങൾ, വിദ്യാഭ്യാസം, സാമ്പത്തികമായ ഇടപെടലിനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ ധാരാളം സംവിധാനങ്ങൾ ഈ സ്ഥിരവാസം തുടങ്ങിയതിന് ശേഷം മനുഷ്യൻ അവൻ്റെ ജീവിതം കുറച്ചും കൂടെ സുഗമമായി പോകാൻ വേണ്ടി അവർ തന്നെ ഒരുക്കി വെച്ചതാണ് ഈ സംവിധാനങ്ങളൊക്കെ. ഈ സംവിധാനങ്ങളെ നമ്മൾ സോഷ്യോളജി പറയുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്നാണ്. ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നടപടിക്രമങ്ങൾ കുറേ കാലം സ്ഥിരമായി തുടർന്ന് ഒരേ സിറ്റുവേഷനിൽ ഒരേ രീതിയിൽ സ്ഥിരമായി തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സാമൂഹ്യ സ്ഥാപനം എന്ന് പറയാം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഇത്തരത്തിലുള്ള വളരെ കുറേയേറെ സാമൂഹ്യ സ്ഥാപനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ അതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും അതിനനുസരിച്ച് ജീവിക്കാനും ഒക്കെ ആയിട്ട് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവയൊക്കെ സമൂഹം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ്, ഒരു സാമൂഹ്യമായ ഒരു ക്രമം നിലനിർത്താനാണ് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു സോഷ്യോളജി വിദ്യാർത്ഥിക്ക് ഒരു തിരിച്ചറിവ്, വളരെ കൃത്യമായൊരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാട് കുറേ കൂടെ വിശാലമാകും. കാരണം നിയമത്തിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയാണ്. മതത്തിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയായിരുന്നു. ഭരണകൂടത്തിന് വേണ്ടിയല്ല, മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങളൊക്കെ മനുഷ്യ സമൂഹത്തിന്റെ നന്മക്കാണ്, മനുഷ്യ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിനാണ് എന്ന തിരിച്ചറിവുണ്ടാവുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് കുറേ കൂടെ വിശാലമാവും. സങ്കുചിതമായി ഈ മതത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കൂടെ സങ്കുചിതമാവും. ആ സങ്കുചിതമായ കാഴ്ചപ്പാടിൽ നിന്നും സ്വതന്ത്രനാവാൻ സോഷ്യോളജി ഈ വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതെന്തിനു വേണ്ടി, ഇതേതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മളുടെ കാഴ്ചപ്പാട് വിശാലമാവും. സോഷ്യോളജി പഠിച്ച ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായും ആ ഒരു തലത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അയാൾ സോഷ്യോളജി പഠിച്ചതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സോഷ്യോളജി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടാക്കി, എന്തിനു വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്ന തിരിച്ചറിവുണ്ടാവുമ്പോൾ കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കാനും സങ്കുചിത കാഴ്ചപ്പാടിൽ നിന്നും സ്വതന്ത്രനാവാനും അവർക്ക് കഴിയും. സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഈ അറിവ്, അതിനെ കാര്യകാരണ സഹിതം വിശകലനം ചെയ്യാനുള്ള ഒരു കഴിവ് വികസിപ്പിച്ചെടുക്കാൻ ഒരു സോഷ്യോളജി വിദ്യാർത്ഥിക്ക്, സോഷ്യോളജി പഠിക്കുന്ന ഒരാൾക്ക് കഴിയുന്നു എന്നതാണ് രണ്ടാമത്തെ നേട്ടം. ഇനി നമ്മുടെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ വ്യതിചലനങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ലൈംഗികത, തൊഴിൽ, വാർദ്ധക്യം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സാമൂഹ്യ അസമത്വം, ഗവൺമെന്റിന്റെ നയങ്ങൾ, വികസനം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനുമുള്ള ഒരു നൈപുണ്യം, കഴിവ് സോഷ്യോളജി വിദ്യാർത്ഥിയെ അയാളുടെ കരിയർ മേഖലയിൽ അയാൾക്ക് സോഷ്യോളജി വിദ്യാർത്ഥിക്ക് വളരെയേറെ ഉപകാരപ്പെടുത്താൻ കഴിയും. സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതിലൂടെ ആശയവിനിമയ ശേഷി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും കൂടെ ഒരു സോഷ്യോളജിസ്റ്റിനെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട നേട്ടം. ഇത്തരത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച്, സ്ഥാപനങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും അവയുടെ പ്രവൃത്തിപരമായ ധർമ്മം എന്തൊക്കെയാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത് കൊണ്ട് അത് ഡിസ്ഫങ്ഷനിലാവുമ്പോൾ, അതിൻ്റെ പ്രവൃത്തിയിൽ നിന്നും അത് വ്യതിചലിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ ഒരു സോഷ്യോളജിസ്റ്റിന് കഴിയും. ഉദാഹരണത്തിന്
റിലീജിയൻ ഒരു സാമൂഹ്യ സ്ഥാപനമാണ്. റിലീജിയന്റെ പ്രവൃത്തിപരമായ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യനിൽ സ്നേഹം ഉണ്ടാക്കുക, സഹാനുഭൂതി, ദയ, ഇതുപോലുള്ള ഗുണങ്ങൾ മനുഷ്യനിലേക്ക് കൊണ്ടുവരാനും തെറ്റ് ചെയ്യുന്നതിൽ നിന്നും അവനെ തടയുക എന്നൊക്കെയുള്ളതാണ്. കാരണം ഭൂമിയിൽ നിന്ന് പിടിക്കപ്പെട്ടില്ലെങ്കിലും വേറൊരു ലോകത്തിൽ നിന്നും ശിക്ഷ കിട്ടും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും തെറ്റ് ചെയ്തിൽ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുക. ഇതൊക്കെയാണ് റിലീജിയന്റെ, മതത്തിന്റെ പ്രവൃത്തിപരമായ ധർമ്മമെങ്കിൽ അത് നേരെ തിരിച്ച് മനുഷ്യനിൽ അകൽച്ചയുണ്ടാക്കുകയും വൈരാഗ്യം ഉണ്ടാക്കുകയും പരസ്പരം ശത്രുതയോടെ പെരുമാറാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡിസ്ഫങ്ഷണൽ ആവും. ഇതുപോലെ ഓരോ സാമൂഹ്യ സ്ഥാപനത്തിന്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണ്, അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ സമയത്താണ് ആ ധർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സോഷ്യോളജിസ്റ്റിന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ വ്യതിചലനത്തിൽ നിന്നും എങ്ങനെ അത്തരം വ്യതിചലനങ്ങൾ മാറ്റി ഈ പ്രശ്നരഹിതമായ സമൂഹത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ പ്രശ്ന പരിഹരണ ശേഷി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ് നേടിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ ഒരു നൈപുണ്യമാണ്. ഈ രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ്, സമൂഹത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കഴിവ് നേടുന്നത് സമൂഹത്തെക്കുറിച്ച് വളരെ സമഗ്രമായ രീതിയിലുള്ള അറിവ് അയാൾക്ക് ഉണ്ടാകുമ്പോഴാണ്. സമൂഹത്തിലെ ഓരോ സംവിധാനവും എന്തിനു വേണ്ടി എന്ന് ഉള്ള കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാണ്. അത് എപ്പോഴാണ് വ്യതിചലിക്കുന്നത്, എപ്പോഴാണ് അത് തകർക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അതിനെ ഒന്ന് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും സോഷ്യോളജിസ്റ്റിന് കഴിയും. ഇതാണ് 4ാമത്തെ സ്കിൽ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. ഇനി സോഷ്യോളജി എന്ന ഒരു വിഷയം പഠിക്കുന്നത് കൊണ്ട് കരിയർ വൈസ് ഒരാൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ കുറേ സ്കില്ലുകൾ, അതേപോലെ അയാളുടെ കാഴ്ചപ്പാടുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന നൈപുണ്യങ്ങളൊക്കെ നേടിയെടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഇത്തരം കുറേ നൈപുണ്യങ്ങൾ നേടുന്നതോടുകൂടി പൊതുമേഖലയിലും അതേപോലെ സ്വകാര്യ മേഖലയിലും ധാരാളം തൊഴിൽ സാധ്യതകൾ, ധാരാളം തൊഴിൽ മേഖലകൾ ഈ സോഷ്യോളജിസ്റ്റുകൾക്ക്, സോഷ്യോളജി പഠിച്ച ഒരാൾക്ക് തുറന്നു കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് ധാരാളം ഉണ്ട്. നമുക്കതിനെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇതിലൊന്നാണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് ഈ സോഷ്യോളജിസ്റ്റിനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാദമിക് കാര്യങ്ങളിൽ പിന്തുണയും മാർഗനിർദ്ദേശവും കൊടുക്കാൻ ഒരു സോഷ്യോളജിസ്റ്റിനെ സഹായിക്കും. അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കി തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും അവരുടെ നേട്ടങ്ങൾക്ക് പിന്തുണ കൊടുക്കാനുമുള്ള ഒരു കഴിവ് ഒരു സോഷ്യോളജിസ്റ്റിന് നേടിയെടുക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ആ ഒരു മേഖലയിൽ താല്പര്യമുള്ളവർക്ക് ആ ഒരു മേഖലയിൽ ഒരു കരിയറായിട്ട് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. മറ്റൊരു മേഖല എന്ന് പറയുന്നത് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും സഹായിക്കുന്നു. അതേപോലെ തൊഴിൽ മേഖലകളിൽ നമ്മുടെ ലേബർ ഓഫീസർ, PSC ലേബർ ഓഫീസർ തസ്തികയിലേക്ക് വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സോഷ്യോളജിയിലുള്ള PG ബിരുദാനന്തര ബിരുദം, അതല്ലെങ്കിൽ നിയമം. കാരണം ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവരുമായിട്ട് ഇടപഴകാനുമുള്ളൊരു കപ്പാസിറ്റി സോഷ്യോളജിസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. നിയമം പറയുന്നത് നിയമപരമായിട്ടുള്ള സഹായം അവർക്ക് കൊടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നിയമം ഒരു യോഗ്യതയായിട്ട് എടുത്തത്. ഇത് മാനേജ്മെന്റ് കൺസൾട്ടന്റ്, അതല്ലെങ്കിൽ ഈ ലേബർ ഓഫീസർ പോലുള്ള ആ മേഖലകളും സോഷ്യോളജിസ്റ്റിന് തുറന്നു കൊടുക്കുന്ന ഒരു സാധ്യതകളാണ്. മറ്റൊരു മേഖലയാണ് മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ് അഥവാ പോളിസി അനലിസ്റ്റ്. ഈ പോളിസി അനലിസ്റ്റ് പൊതുമേഖലയിലും സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ രൂപവൽക്കരിക്കാൻ സഹായിക്കുന്നു. ജനങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണ്, ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ ഒരു സ്റ്റഡി നടത്തി അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ സോഷ്യോളജിസ്റ്റിന് പറ്റും. അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റുകൾ അത് രൂപകൽപ്പന ചെയ്യാനും അതിനെക്കുറിച്ച് പഠിച്ച്
അതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് അതിന് പ്രൊജക്റ്റ് നിർമ്മിച്ച് സമർപ്പിക്കാനുള്ള അതൊരു മേഖലയായിട്ട് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇനി മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ് സ്വകാര്യ മേഖലയിൽ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകളെക്കുറിച്ചും സമൂഹത്തിൽ അവ എങ്ങനെയൊക്കെ സ്വീകരിക്കപ്പെടും, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ എന്തൊക്കെ വിപണന തന്ത്രങ്ങൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതിനെക്കുറിച്ച് പഠിച്ച് ആധികാരികമായിട്ട് വിവരങ്ങൾ കൊടുക്കാൻ കഴിയുന്ന മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ്, ഇത് സോഷ്യോളജിസ്റ്റുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖല തന്നെയാണ്. അതുപോലുള്ള ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റ്, പബ്ലിക് റിലേഷൻസ് സ്പെഷ്യലിസ്റ്റുകൾ ഹോസ്പിറ്റലുകളിലും അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ, സോഷ്യൽ വർക്കേഴ്സ്, റൂറൽ ആൻഡ് ചൈൽഡ് വെൽഫെയർ, ക്രിമിനോളജി ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, അതായത് നമ്മുടെ ജയിലുകളിലൊക്കെ വെൽഫെയർ ഓഫീസേഴ്സ്, ഇതൊക്കെ സോഷ്യോളജിസ്റ്റ് സ്വീകരിക്കാൻ പറ്റുന്ന തൊഴിൽ മേഖലകളാണ്. അഡ്വർടൈസിങ് ഏജൻസികളിൽ നേരത്തെ നമ്മൾ ഹോസ്പിറ്റലുകൾ പറഞ്ഞു, അതേപോലെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനുകളിൽ ധാരാളം ജോലി സാധ്യതകളുണ്ട്. ഇത്തരത്തിൽ സോഷ്യോളജിസ്റ്റുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒട്ടനവധി തൊഴിൽ മേഖലകൾ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല, നമ്മൾ സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അധ്യാപകരാവാം. സോഷ്യോളജി ഡിഗ്രി തലത്തിലും ബിരുദാനന്തര ബിരുദവും PhD ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലും കോളേജിലും ഒക്കെ സോഷ്യോളജി അധ്യാപകരാവാം. ഇനി അതോടൊപ്പം ഡിഗ്രി തലത്തിലോ PG തലത്തിലോ ഉള്ള ഏതൊരു ജോലിക്കും, മറ്റ് ഏത് വിഷയം പഠിച്ചു പോകുന്ന പോലുള്ള ജോലികൾക്കും പോവാം. ഞാനിപ്പോൾ പറഞ്ഞത് സോഷ്യോളജി പഠിക്കുന്നതിലൂടെ കിട്ടാൻ സാധ്യതയുള്ള ജോലികളുടെ കുറച്ച് ജോലികൾ മാത്രമാണ്. അതോടൊപ്പം ഇപ്പോൾ ഇനി ഉദാഹരണത്തിന് ഒരു ലോയർ ആവുക എന്നുള്ളത് നമ്മൾ നിയമം പഠിച്ചാൽ മാത്രമേ ലോയർ ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു സോഷ്യോളജി പഠിച്ച ഒരാൾ നിയമം പഠിച്ചതിന് ശേഷം ലോയർ ആവുമ്പോൾ കുറേ കൂടെ, അതായത് അനലൈസിങ് കപ്പാസിറ്റി, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ഇതുപോലുള്ള കഴിവുകൾ ഉള്ളത് കൊണ്ട് കുറേ കൂടെ നന്നായിട്ട് അയാൾക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ പറ്റും. സോഷ്യോളജി ഒരു അക്കാദമിക വിഷയം എന്ന നിലയിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബോംബെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ആദ്യമായി ഒരു അക്കാദമിക് സബ്ജക്റ്റായി സോഷ്യോളജി പഠിപ്പിച്ചു തുടങ്ങുന്നത്. ഇനി നമ്മുടെ കേരളത്തിലാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പക്ഷെ അതൊരു വ്യാപകമായി പൊതുജനങ്ങളിലേക്ക് വ്യാപകമായി സോഷ്യോളജി എന്ന വിഷയത്തെ അറിഞ്ഞു തുടങ്ങിയത് ഹയർ സെക്കൻഡറി തലത്തിൽ ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷൻ സബ്ജക്റ്റായി, ഹ്യൂമാനിറ്റീസിലെ ഒരു കോമ്പിനേഷൻ സബ്ജക്റ്റായി സോഷ്യോളജി വന്നതിന് ശേഷമാണ് കൂടുതൽ വിദ്യാർത്ഥികളും കൂടുതൽ ജനങ്ങളും ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി തുടങ്ങിയത്. അതിനുശേഷം സോഷ്യോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ, അതല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് അനുസൃതമായി സൗകര്യങ്ങൾ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേരള യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 4 കോളേജുകൾ മാത്രമേ സോഷ്യോളജി ഡിഗ്രി തലത്തിൽ പഠിപ്പിക്കുന്നുള്ളൂ. MG യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഓട്ടോണമസ് കോളേജ് അടക്കം 5ഓളം കോളേജുകളേ ഉള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അധികാരപരിധി എന്ന് പറയുന്നത് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാടിൻ്റെ ഒരു ഭാഗം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എയ്ഡഡ് കോളേജുകളിൽ വിമല കോളേജ്, ഫറൂഖ് കോളേജ്, 2 ഓട്ടോണമസ് കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ്, അവിടെ ഡബിൾ മെയിനാണ്, സോഷ്യോളജിയും മലയാളവും. പിന്നെ ഒന്നുള്ളത് തവന്നൂർ, മലപ്പുറത്ത് ഒരു ഗവൺമെൻറ് കോളേജ്. ബാക്കി കോഴിക്കോടും മലപ്പുറത്തും പാലക്കാടൊക്കെ ആയിട്ട് 16ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണുള്ളത്. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിലോ ഗവൺമെൻറ്റിലോ എയ്ഡഡിലോ ഒന്നും സോഷ്യോളജി ഡിഗ്രി തലത്തിൽ പഠിപ്പിക്കുന്ന കോളേജുകളില്ല എന്നതാണ് ഒരു വളരെ ദയനീയമായ ഒരു കാര്യം.
അവിടെ സോഷ്യോളജി സബ്സിഡറിയായി പഠിപ്പിക്കുന്ന കോളേജുകൾ ഉണ്ടെങ്കിൽ പോലും സോഷ്യോളജി മെയിനായിട്ട് പഠിപ്പിക്കുന്ന കോളേജുകളില്ല. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ +2 കഴിഞ്ഞ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അവർക്ക് പഠന സൗകര്യമില്ലാത്തൊരു അവസ്ഥ നമ്മൾക്കുണ്ട്. അത് ഇനി കാരണം ഇതിൻ്റെ ഒരു ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അതിനുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സോഷ്യോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യയിലെ ചില പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പരിശോധിക്കുക. ഏതായാലും സോഷ്യോളജി എന്ന വിഷയത്തെക്കുറിച്ച് പ്രാഥമികമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത്ര നേരവും ഇത് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.